സംഘടനാപരമായിട്ടുള്ള വിഷയങ്ങൾ അത് ഞാൻ സാക്ഷി ടി വിയുമായിട്ട് പിന്നീട് പങ്കുവയ്ക്കാം. അതിനുള്ള സമയമായിട്ടില്ല. മഹിളാ കോൺഗ്രസിൻ്റെ ചടയമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഞാൻ രാജിവെച്ചു എന്നുള്ള വാർത്ത സത്യമാണ്. അത് ഞാൻ ഇന്നലെ ജില്ലാ പ്രസിഡന്റിന് എൻ്റെ രാജിക്കത്ത് ഞാൻ കൈമാറിയിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് അത് രാജി സ്വീകരിച്ചിട്ടുമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് കുറച്ച് കാരണങ്ങളുണ്ട് രാജിവെക്കുന്നതിന്. എൻ്റെ വ്യക്തിപരമായ കാര്യം, കുടുംബപരമായിട്ടുമൊക്കെ ചില തിരക്കുകൾ വന്നതുകൊണ്ടും എൻ്റെ ജോലി സംബന്ധമായിട്ട് കുറച്ച് തിരക്കുകൾ വന്നതുകൊണ്ടും ഒക്കെ കുറച്ച് തിരക്കുകളിൽ നിന്ന് വിട്ട് നിൽക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പം ഞാൻ രാജിവെക്കുന്നത്. പിന്നെ സംഘടനാപരമായിട്ട് വിഷയങ്ങൾ, അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ പിന്നെ നമ്മുടെ പൂങ്കോട് വാർഡുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇലക്ഷന് പാർട്ടി നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിയോടൊപ്പം, ഏതായാലും ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നില്ല, പാർട്ടി നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിയോടൊപ്പം സജീവമായിട്ട് തന്നെ പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഒരു ബ്ലോക്ക് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മറ്റൊരാളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതലായിട്ട് ഈ ഇലക്ഷൻ വർക്കുമായിട്ട് കേന്ദ്രീകരിച്ച് നിൽക്കാൻ സാധിക്കും. കാരണം പാർട്ടിയുടെ ബ്ലോക്ക് ഭാരവാഹിത്വത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് എൻ്റെ വാർഡിലേക്ക് കൂടുതൽ കാര്യങ്ങൾ കൂടെ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ട് നമ്മുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുക്കണം എന്നുള്ളൊരാഗ്രഹം കൂടെ എനിക്കുണ്ട്. പിന്നെ സംഘടനാപരമായിട്ട് വിഷയങ്ങൾ പൊതുവേ മണ്ഡലത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ സംഘടനാ തലത്തിൽ ചർച്ച ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. വേറെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. രാജിവെച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നെ സംസാരിക്കുന്നുണ്ട്. അതേതായാലും അറിയിക്കാം. സാക്ഷി ടി വിയുമായിട്ട് തീർച്ചയായിട്ടും ഞാൻ ആ വിവരങ്ങൾ സംസാരിക്കുന്നത്. ഉഷാ ബോസിന്റെ ഈ രാജി ചടയമംഗലത്ത് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും എന്ന് കണ്ടറിയണം. അവർ സാക്ഷി ടി വിയോട് പറയുന്നു, സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു. അതിന് കാരണമെന്ന് ഉറപ്പിച്ചു പറയുന്നില്ല, എന്നാൽ സംഘടനാ വിഷയങ്ങൾ ഉണ്ട് എന്ന്. ഉഷാ ബോസിന്റെ രാജിയിലൂടെ കോൺഗ്രസിലെ ചില സംഘടനാ പ്രശ്നങ്ങളും മറനീക്കി പുറത്തേക്ക് വരുന്നു. ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റായിട്ട് പോലും കഴിഞ്ഞ കുറച്ചു നാളുകളായി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികൾ നടത്തിയിരുന്ന പരിപാടികളും കമ്മിറ്റികളിലും ഉഷാ ബോസിനെയും ചിലരെയും അറിയിക്കുന്നുണ്ടായിരുന്നില്ല എന്ന ആക്ഷേപവും നിലനിൽക്കുന്ന സാഹചര്യമാണ്. ഉഷാ ബോസ് ഐ ഗ്രൂപ്പ് ആണെങ്കിൽ തന്നെയും ഐ ഗ്രൂപ്പിന്റെ നേതാക്കന്മാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നതും രാജിക്ക് കാരണമായി പറയുന്നു. എന്തുതന്നെയായാലും ഈ വരുന്ന ചടയമംഗലം പൂങ്കോട് വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രഥമ പരിഗണന നൽകിയിരുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ സാഹചര്യമുണ്ടായിരുന്ന ആളായിരുന്നു ഉഷാ ബോസ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ രാജിയുടെ കാരണം കൂടുതൽ വ്യക്തമാക്കാം. സാക്ഷി ടി വി.